ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വളരെ സങ്കടത്തോടെ നിന്ന് കരയുന്ന അമ്മാവനോട് ഇപ്പോൾ ഹരി സംസാരിക്കുകയാണ്. അമ്മാവൻ ഹരിയോട് പറയുന്നു, എന്നെങ്കിലും വീണയെ കാണുമ്പോൾ നീയും നിന്റെ മോളും അവളേക്കാൾ വലിയ സന്തോഷത്തിലായിരിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. ഇപ്പൊ കണ്ടില്ലേ, അവൾ മുഖ്യ അതിഥി. അവളെക്കുറിച്ച് പറയാൻ 100 നാവുകൾ. ഫോട്ടോ എടുക്കാൻ ആളുകൾ മത്സരിക്കുന്നു എന്നിങ്ങനെ അമ്മാവൻ പറയുന്നു. അപ്പോൾ ഹരി പറയുന്നുണ്ട്, അതിനെന്താ, അവൾക്ക് കിട്ടിയ ജീവിതം അവൾ ആസ്വദിക്കട്ടെ. ഓ, ആയിക്കോട്ടെ. ഇന്ന് ഞാൻ അവളുടെ മുന്നിൽ ജയിച്ചേനെ. അവൾക്ക് പകരമായി നിന്റെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ. കല്യാണി കൈ ചേർത്ത് പിടിച്ച് ഇതാണ് എന്റെ അമ്മയെന്ന് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളുടെ മുന്നിൽ തലയുയർത്തി നിന്നേനെ. ഇല്ലേടാ എന്ന് കരഞ്ഞുകൊണ്ട് അമ്മാവൻ ചോദിക്കുന്നു. എന്നിട്ട് പറയുന്നു, എടാ മക്കളെ, ഹരി, അവൾ ആഗ്രഹിച്ചതെല്ലാം അവൾ നേടി. തോറ്റുപോയത് നീയല്ലേ. ജീവിതം എന്താണെന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ? സുഖമോ സന്തോഷമോ എന്തെങ്കിലും നീ അറിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഹരി പറയുന്നു, അമ്മാവനും കല്യാണിയും എനിക്ക് സന്തോഷം തരുന്നില്ലേ? നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നില്ലേ? അതെനിക്ക് സുഖമല്ലേ എന്ന്. പോരെ മോനെ, നിനക്ക് ഭാര്യയായിട്ട് ഒരുത്തി വേണം. അതെന്റെ വാശിയാ. നിന്നെയും എന്നെയും ചതിച്ചവളോടുള്ള വാശി. എടാ, നിനക്ക് ഞാൻ 10 100 പെൺകുട്ടികളെ കാണിച്ചു തരാം. അതിൽ ഒരാളുടെ കാര്യത്തിൽ മാത്രം നീ തലയാട്ടിയാൽ മതി. ഈ അമ്മാവൻ സന്തോഷത്തോടെ അത് നടത്തി തരൂ എന്ന് അമ്മാവൻ പറയുമ്പോൾ ഹരി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നു, അല്ല, അത് അത്ര നിർബന്ധമാണെങ്കിൽ അമ്മാവൻ വേറെ പെണ്ണുങ്ങളെ ഒന്നും അന്വേഷിക്കേണ്ട. ആ പത്മ ടീച്ചറോടൊന്ന് സമ്മതം ചോദിച്ചാൽ മതി. ഇത് കേട്ട അമ്മാവൻ ഞെട്ടലോടെ ഹരിയെ നോക്കിയിട്ട് സന്തോഷത്തോടെ, ഏ, എന്താ നീ പറഞ്ഞേ എന്ന് ചോദിക്കുന്നു. ഹരിയും വളരെ സന്തോഷത്തോടെ പറയുന്നു, അമ്മാവൻ പറയാറുണ്ടല്ലോ, അമ്മാവൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പെൺകുട്ടി പത്മ ടീച്ചറാണെന്ന്. അങ്ങനെ ഒരാൾ ഈ വീട്ടിൽ വരുന്നെങ്കിൽ വരട്ടെ എന്ന് പറയുമ്പോൾ അമ്മാവൻ വളരെ സന്തോഷത്തോടെ ഹരിയുടെ അടുത്ത് വന്ന് പറയുന്നു, എടാ, നീ ഒന്ന് പറഞ്ഞു കിട്ടാൻ വേണ്ടിയല്ലേ ഞങ്ങൾ കാത്തിരുന്നേ. ഇനി എന്താ എനിക്ക് നോക്കാനുള്ളത്? ഇത് ഞാൻ നടത്തി തരാം, ഞാൻ നടത്തി തരും. എനിക്ക് സന്തോഷമായിട മോനെ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ തുള്ളിച്ചാടുകയാണ് ഇപ്പോൾ അമ്മാവൻ. എന്നിട്ട് ഹരിയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ഹരിയും നല്ല സന്തോഷത്തിലാണ്. പത്മ നിനക്ക് ചേർന്ന പെണ്ണാടാ. ഇനിയുള്ള നിന്റെ ജീവിതം അവളുടെ കൂടെയാ. നീ പത്മയുടെ കൈയും പിടിച്ച് ആ വീണയുടെ മുന്നിൽ പോയി നിന്നാലുണ്ടല്ലോ, ഈ അമ്മാവൻ വീണയുടെ മുന്നിൽ രാജാവാ, രാജാവ് എന്ന് പറഞ്ഞ് അമ്മാവൻ സന്തോഷത്തോടെ പോകുന്നു. അതിനുശേഷം നിത്യയും ഹരിയും തമ്മിലുള്ള പഴയ സന്ദർഭങ്ങളെല്ലാം ഓർക്കുന്നു. നിത്യയുടെ നെറ്റിൽ പൊട്ടുവെച്ചതും ഒരിക്കൽ അപകടത്തിൽ നിന്ന് നിത്യ തന്നെ രക്ഷിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് സന്തോഷിച്ചു നിൽക്കുകയാണ്. നിത്യ എന്റെ പെണ്ണാണ്, ഞാൻ ഇഷ്ടപ്പെട്ട എന്റെ പെണ്ണ്, എനിക്ക് അവളെ വേണം എന്നിങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് ഹരി. എന്നാൽ ഇതേ സമയം ജീവനെയാണ് കാണിക്കുന്നത്. രാത്രി ജീവൻ സിഗരറ്റ് വലിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സിസ്റ്റർ വന്നതും സിസ്റ്ററിനെ കൊന്നതും കൊണ്ട് കുഴിച്ചിട്ടതുമെല്ലാം ആലോചിക്കുന്നുണ്ട്. എല്ലാവരും എന്നെ പറ്റിക്കുകയാണ്. അമ്മയെ എനിക്ക് ചോദ്യം ചെയ്യണം. അമ്മ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അത് കണ്ടെത്തണം. നാളെ തന്നെ അമ്മയെ കാണണം എന്നും ജീവൻ വിചാരിക്കുന്നുണ്ട്. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് ശിവാനന്ദനും സുധിയും തമ്മിൽ സംസാരിക്കുകയാണ്. ഈ സിറ്റിയിൽ ഇനി അന്വേഷിക്കാൻ സ്ഥലം ഒന്നും ബാക്കിയില്ല. എത്ര നോക്കിയിട്ടും അവരെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ അവർ പറയുന്നു. അച്ഛാ, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടാലേ നിമിഷങ്ങൾക്കുള്ളിൽ അതിന് ഉത്തരമുണ്ടാകും. പക്ഷെ അതിന് നമുക്ക് പറ്റില്ലല്ലോ. നമുക്ക് മുന്നേ നിത്യേച്ചയെ ആരെങ്കിലും കണ്ടെത്തിയാലോ എന്ന് സുധി അച്ഛനോട് പറയുന്നു. സമാധാനം പോയി, അല്ലാണ്ട് എന്തു ചെയ്യാനാ എന്ന് ശിവാനന്ദൻ പറയുന്നു. അവർ അവിടെ നിന്ന് പോകാൻ ബൈക്കിൽ കയറുമ്പോഴാണ് ജീവൻ അവിടെ നിൽക്കുന്നത് കാണുന്നത്. എടാ, ഇത് അവൻ തന്നെയാണ്, വിടരുത് അവനെ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഓടി ജീവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട്, ഡാ, ഇത്തവണ നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. എന്റെ ചേച്ചി എവിടെടാ? അത് പറയാതെ നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വളരെ ദേഷ്യത്തോടെ ജീവന്റെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് നീ ഒരുപാട് അഭിനയിച്ചതാ ഞങ്ങളുടെ മുന്നിൽ. ഇനി വേലത്തരം വല്ലതും കാണിച്ചാൽ എന്നിട്ട് കൈയും കാലും തല്ലി ഒടിക്കും. ചോദിച്ചത് കേട്ടില്ലേടാ, എന്റെ ചേച്ചി എവിടെടാ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ ജീവൻ പറയുന്നു, എത്ര തവണ ഞാൻ നിന്നോടൊക്കെ പറഞ്ഞതാടാ, നിന്റെ ചേച്ചിയെ എനിക്ക് അറിയില്ലെന്ന്, അവൾ ആരാണെന്ന് എനിക്ക് അറിയില്ലെന്ന്. അങ്ങനെ ഒരാൾ എന്റെ ജീവിതത്തിൽ ഇല്ലെന്നും ജീവൻ പറയുന്നു. നിനക്കറിയില്ലല്ലേ എന്ന് പറഞ്ഞ് സുധി ഇപ്പോൾ ജീവനെ മതിലിനോട് ചേർത്ത് പിടിച്ച് ചോദിക്കുകയാണ്. ശിവാനന്ദൻ പറയുന്നു, നീ അവളെ താലി കെട്ടിയത് മറന്നുപോയോടാ? അവളോടൊപ്പം ജീവിച്ചത് മറന്നുപോയോ? അവളെ ദ്രോഹിച്ചതും മറന്നുപോയോ? എടാ, അവൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ നീ അവളെ കൊന്നോടാ എന്ന് ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ചോദിച്ച് ജീവന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് അടിക്കുകയും ചെയ്യുന്നുണ്ട്. നിന്റെ ഭാര്യയായിട്ട് ജീവിച്ചു എന്നുള്ള ഒരു ഗതികേട് മാത്രമേ അവൾക്ക് ഉണ്ടായിട്ടുള്ളൂ. സത്യം പറയടാ എന്നൊക്കെ ശിവാനന്ദൻ. നിനക്ക് നിന്റെ ഭാര്യ അറിയില്ല അല്ലേ? എന്റെ ചേച്ചിയെ നിനക്ക് അറിയില്ല. നിനക്കിനി പരിചയപ്പെടുത്തി തരണം അല്ലേടാ
എന്ന് പറഞ്ഞ് സുധിയും ജീവനെ ഉപദ്രവിക്കുകയാണ്. ഇനി എന്റെ ദേഹത്ത് തൊടരുത്. ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുക, നിങ്ങൾ ആരെക്കുറിച്ചാ ഈ ചോദിക്കുന്നേ? ഏത് ഭാര്യ? ഏതവളെ കുറിച്ചാടാ നിനക്കൊക്കെ പറയാനുള്ളേ എന്ന് ദേഷ്യപ്പെട്ട് ജീവൻ അവരോട് ചോദിക്കുന്നു. നിത്യേച്ചിയെ മറന്നോടാ നീ? നീ താലി കെട്ടി എന്റെ നിത്യേച്ചിയെ നീ മറന്നോന്ന് സുധി ചോദിക്കുന്നു. ഡാ, നിത്യ എന്നുള്ള പേര് പോലും നീ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവളെ നീ എന്തോ ചെയ്തെന്നാ, പറയടാ എന്ന് പറഞ്ഞ് ശിവാനന്ദൻ ജീവനെ ഉപദ്രവിക്കുന്നു. എന്നാൽ സഖി കെട്ട് രണ്ടുപേരെയും അടിച്ചു ഒതുക്കുകയാണ് ജീവൻ. സുധിയെ കുറെ തല്ലുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ലേ വേണ്ട വേണ്ടാന്ന് എന്നും പറഞ്ഞ് അടിക്കുകയാണ് ജീവൻ ഇപ്പോൾ. സുധി തിരിച്ച് വീണ്ടും അടിക്കാൻ തുടങ്ങിയപ്പോൾ സുധിയെ അടിച്ചിടുകയാണ്. എന്നിട്ട് അലറിക്കൊണ്ട് പോയി അവിടെ കിടന്നൊരു വലിയ കമ്പ് എടുത്തുകൊണ്ട് വരുന്നു. ഇത് കണ്ട് അവർ രണ്ടുപേരും ഓടി പോവുകയാണ്. നിത്യ നിത്യ അവൾ അപ്പോൾ എന്റെ ഭാര്യയാണ്. അവളെ ഞാൻ താലി കെട്ടിയതാ. അവൾ എവിടെ ആയിരുന്നാലും എന്റെ പെണ്ണ. ആരൊളിപ്പിച്ചാലും എവിടെ മറിഞ്ഞാലും അവളെ ഞാൻ കണ്ടെത്തും എന്ന് ദേഷ്യത്തോടെ പറഞ്ഞു കിടന്ന് അലറുകയാണ് ജീവൻ. ശേഷം ഇതേ സമയം നിത്യയാണ് കാണിക്കുന്നത്. നിത്യ ഹരിക്ക് എഴുതിയ കുറെ കത്തുകളൊക്കെ എടുത്തു വെച്ച് നോക്കുന്നുണ്ട്. ഇതേ സമയം ഹരിയും നിത്യ എഴുതിയ കത്തുകളും ആ പൂക്കളും എല്ലാം എടുത്ത് നോക്കി ടെറസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നിത്യ ആ പേപ്പറുകളെല്ലാം നിരത്തിയിട്ട് അവിടെ കിടക്കുകയാണ്. ഹരി എഴുതിയ ആ കവിതയും എടുത്തു വെച്ച് നോക്കുന്നുണ്ട്. കൂടെ ഒരു റോസാപ്പൂ. എന്നിട്ട് നിത്യ ഇപ്പോൾ ഹരി എഴുതിയ ആ കവിത ചൊല്ലുകയാണ്. ഇത് കേട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ ഹരി ഇങ്ങനെ കേട്ടു നിൽക്കുന്നുണ്ട്. ആ കവിതയുടെ പുസ്തകം നെഞ്ചോട് ചേർത്ത് കിടക്കുകയാണ് നിത്യ. ഹരിയും അതുപോലെ തന്നെ. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കുന്നു. ജീവൻ രാവിലെ തന്നെ സുജാതയെ കാണാനായി സുജാതയുടെ വീട്ടിലേക്ക് വരുന്നു. അമ്മയോട് നേരിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല, അമ്മ നുണയേ പറയൂ. വേറെ എന്തെങ്കിലും വഴിക്ക് അത് കണ്ടുപിടിക്കണം എന്ന് ജീവൻ മനസ്സിൽ വിചാരിച്ചിട്ട് ബൈക്കിൽ നിന്നും ഇറങ്ങി സുജാതയെ ഫോൺ ചെയ്യുകയാണ്. വളരെ ടെൻഷനോടെ തന്നെ ഫോൺ എടുത്ത് സംസാരിക്കുകയാണ് സുജാത. അമ്മ എവിടെയാണെന്ന് ജീവൻ ചോദിക്കുന്നു. എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വരാമെന്ന് പറഞ്ഞിട്ട് എന്താ വരാതിരുന്നത് എന്നും ചോദിക്കുന്നു. അത് അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല മോനെ, ഇവിടെ ജോലി സ്ഥലത്ത് തിരക്കായി പോയി എന്ന് സുജാത പറയുന്നു. ഇപ്പോൾ അമ്മ എവിടെയാണെന്ന് ജീവൻ ചോദിക്കുന്നു. സുജാതയുടെ പിന്നിൽ കുറച്ച് ദൂരെ നിന്നാണ് ജീവൻ ഇത് ചോദിക്കുന്നത്. പക്ഷെ ജീവൻ നിൽക്കുന്നത് കാണാതെ സുജാത പറയുന്നു, മോനെ ഞാൻ ഹോസ്റ്റലിലാണെന്ന് കള്ളം പറയുകയാണ്. അമ്മ കള്ളം പറയുമല്ലോ എന്ന് ജീവൻ ചോദിക്കുന്നു. അല്ല മോനെ, ഞാനെന്തിനാ എന്റെ മോനോട് കള്ളം പറയുന്നത്? ഇപ്പോൾ ഇവിടെ തിരക്കാണ്, അമ്മ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് സുജാത ഫോൺ വെക്കുന്നു. സുജാതയുടെ തൊട്ടു പിന്നിലാണ് ഇപ്പോൾ ജീവൻ നിൽക്കുന്നത്. സുജാത തിരിയുമ്പോൾ ജീവനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. എന്നാൽ ജീവൻ വളരെ ദേഷ്യത്തോടെ സുജാതയെ നോക്കി വല്ലാത്ത ഒരു ചിരി ചിരിക്കുന്നു. ഇത് കണ്ട് ഭയന്നു നിൽക്കുകയാണ് സുജാത. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം.